നമസ്കാരം. UGC നെറ്റ് സാൻസ്ക്രിറ്റ് ട്രഡീഷണൽ സബ്ജക്ട്സ് 2024 ഡിസംബർ സൈക്കിളിൽ വരാൻ പോകുന്ന പരീക്ഷയ്ക്കുള്ള ഒരു റിവിഷനാണ് ഇവിടെ നമ്മൾ ചെയ്യുന്നത്. മുൻ വർഷങ്ങളിലുണ്ടായ ചോദ്യ പേപ്പർ അത് വെച്ചിട്ടാണ് നമ്മൾ ഒരു റിവിഷൻ ചെയ്യുന്നത്. അപ്പോൾ 2022 ചോദിച്ച ഒരു ചോദ്യമായിരുന്നു തൃഷ്ടുപ് ഛന്ദസി കതി പാദാഹ സന്ധി. തൃഷ്ടുപ് ഛന്ദസ്സിൽ എത്ര പാദങ്ങളുണ്ട് എന്നുള്ളത്. അപ്പോൾ ഇത് വെച്ച് നോക്കുമ്പോൾ എന്താണ്, വൈദിക ഛന്ദസ്സുകൾ ഏതൊക്കെയാണ്, അവയുടെ പേരുകൾ എന്താണ്, ഓരോ ഛന്ദസ്സിലും എത്ര പാദങ്ങൾ വീതമുണ്ട്, ഓരോ പാദത്തിലും എത്ര അക്ഷരങ്ങൾ വീതമുണ്ട് എന്നിങ്ങനെ നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. അപ്പോൾ ഇവിടെ ആദ്യമായിട്ട് ഛന്ദസ്, അത് നമുക്കറിയാം, വേദാംഗങ്ങളിലൊന്നാണ് ഛന്ദസ്. ഛന്ദഃ ഛതി ആച്ഛാദനേ. ഛതി എന്നുള്ള ധാതുവിൽ നിന്നാണ് ഛന്ദശബ്ദമുണ്ടായിട്ടുള്ളത്. ഇതി ധാതോഹോ നിഷ്പന്ന ഛന്ദശബ്ദഃ ഛാദയതി ആവൃണോതി മന്ത്രപ്രതിപാദ്യജ്ഞാദീൻ ഇതി ഛന്ദഃ. ഛന്ദശബ്ദത്തിൻ്റെ വ്യുത്പത്തി പറയാണ് ഛാദയതി ആവൃണോതി മന്ത്രപ്രതിപാദ്യജ്ഞാദീൻ ഇതി ഛന്ദഃ. ഛന്ദോ യജ്ഞാദി കർമാണി വൈദികാനുഷ്ഠാനാനി ചാസുരാണാം വിഘ്നേഭ്യഃ രക്ഷതി. ദുർഗാചാര്യമഹോദയാഃ ലിഖന്തി യദേഭിരാത്മാനം ആച്ഛാദയൻ ദേവാ മൃത്യോർബിഭ്യതഃ തച്ഛന്ദസാം ഛന്ദസ്ത്വം. ഈ ഒരു വാക്യം ഇത് ദുർഗാചാര്യൻ പറയുന്നതാണ്. യദക്ഷരപരിമാണം തച്ഛന്ദ ഇതി വൈദികാനി മാത്രാപരകാണി നാപിതു വാർണികാനി സന്തി. ഛന്ദോ വേദസ്യ പാദസ്ഥാനീയം തത്രോച്യത്തെ. വേദങ്ങളുടെ പാദമാണ് എന്നാണ് ഛന്ദസ്സിനെ പറയുന്നത്. അവിദിത്വാ ഋഷിം ഛന്ദോ ദൈവതം യോഗമേവ ച യോധ്യാപയേജ്ജപേദ്വാപി പാപീയാൻ ജായതേ ഹി സഹ് എന്ന് പറയുന്നു. വൈയാകരണ കാത്യായനോ വദതി. വൈയാകരണനായിട്ടുള്ള കാത്യായനൻ പറയുന്നു, യോ ഹവാ അവിദിതാർഷേയച്ഛന്ദോ ദൈവത ബ്രാഹ്മണേന മന്ത്രേണ യാചയതി വാ അധ്യാപയതി വാ സ്ഥാണും വർച്ഛതി ഗർത്തേ വാ പാത്യത്തെ പ്രമീയത്തെ വാ പാപീയാൻ ഭവതി ഇതി. വേദേഷു മുഖ്യതഃ സപ്തഛന്ദാംസി വിദ്യന്തെ. പ്രധാനമായിട്ട് വേദങ്ങളിൽ 7 ഛന്ദസ്സുകളാണുള്ളത്. യഥാ ഗായത്രി, ഉഷ്ണിക്, അനുഷ്ടുപ്, ബൃഹതി, പങ്ക്തി, തൃഷ്ടുപ്, ജഗതി, ഇങ്ങനെ 7 ഛന്ദസ്സാണ്. അപ്പോൾ നമുക്ക് ഈ ഛന്ദസ്സുകളുടെ പേര് ഓർത്ത് വയ്ക്കണം. എന്താണ് വഴി? ഒരു വാചകം പറയാം. എനിക്ക് പഠിക്കാൻ എളുപ്പമാണ് തോന്നിയത്, അത് നല്ലതാണെന്ന് തോന്നുന്നു വെച്ചാൽ അത് നിങ്ങൾക്കും എടുക്കാം. ഒരു വാചകമാണ് ഞാൻ ഉണ്ടാക്കിയത് ഈ ഛന്ദസ്സിനെ ഓർത്തു വയ്ക്കാൻ വേണ്ടിയിട്ട്. ഗായത്രി ഉത്തമമായ മാർഗത്തിലൂടെ അനുഗ്രഹീതയായിക്കൊണ്ട് ബൃഹത്തും പാവനവുമായ ത്രിവിക്രമൻ തന്നെയാകുന്ന ജഗത്തിനെ പരിചരിച്ചു. പരിചരിച്ചു എന്നുള്ളത് ഇവിടെ വാചകം പൂർണ്ണമാവാൻ വേണ്ടി ചേർത്തതാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് ഈ വാക്യം? ഗായത്രി എന്നുള്ളതുകൊണ്ട് ഗായത്രി ഛന്ദസ്സിനെ കിട്ടുന്നു. ഉത്തമമായ എന്നുള്ളതുകൊണ്ട് ഉഷ്ണിക് ഛന്ദസ്സിനെ കിട്ടുന്നു. മാർഗത്തിലൂടെ അനുഗ്രഹീതയായിക്കൊണ്ട് അനുഷ്ടുപ് ഛന്ദസ്സിനെ കിട്ടുന്നു. ബൃഹത്തായ ബൃഹതി ഛന്ദസ്സിനെ കിട്ടുന്നു. പാവനവുമായ പങ്ക്തി ഛന്ദസ്സിനെ കിട്ടുന്നു. ത്രിവിക്രമൻ തന്നെയാകുന്ന തൃഷ്ടുപ് ഛന്ദസ്സിനെ കിട്ടുന്നു. ജഗത്തിനെ ജഗതി ഛന്ദസ്സിനെ കിട്ടുന്നു. പരിചരിച്ചു. അപ്പോൾ ഈ ഒരു വാചകം ഓർത്തു വെച്ച് കഴിഞ്ഞാൽ ഈ ഛന്ദസ്സുകളുടെ പേര് കിട്ടും. ഗായത്രി ഉത്തമമായ മാർഗത്തിലൂടെ അനുഗ്രഹീതയായിക്കൊണ്ട് ബൃഹത്തും പാവനവുമായ ത്രിവിക്രമൻ തന്നെയാകുന്ന ജഗത്തിനെ പരിചരിച്ചു. അപ്പോൾ ശരി, ഇവിടെ ഇനി ഇപ്പോൾ ഇതാണ് 7 ഛന്ദസ്സുകൾ. ഏതൊക്കെയാണ്? ഗായത്രി, ഉഷ്ണിക്, അനുഷ്ടുപ്, ബൃഹതി, പങ്ക്തി, തൃഷ്ടുപ്, ജഗതി, ഇങ്ങനെ 7 ഛന്ദസ്സുകൾ.
അപ്പോൾ ഇനി ഈ ഛന്ദസ്സുകളിലൊക്കെ എത്ര പാദങ്ങളുണ്ടെന്ന് നോക്കാം. ഇവിടെ ആദ്യം പറഞ്ഞ 2 ഛന്ദസ്സുകൾ ഗായത്രി, ഉഷ്ണിക്ക്, ഇതിൽ 3 പാദങ്ങൾ വീതമാണുള്ളത്. പിന്നെ ഏതാണ് പറഞ്ഞത്? അനുഷ്ടുപ്പ്, ബൃഹതി, ഇതിൽ രണ്ടിലും 4 പാദങ്ങളാണുള്ളത്. അപ്പോൾ 2 ഛന്ദസ്സുകളിൽ 3 പാദം വീതം, പിന്നത്തെ 2 ഛന്ദസ്സുകളിൽ 4 പാദം വീതം. പിന്നെ അതിൻ്റെ ഇടയിൽ ഒരു ഛന്ദസ്സുണ്ട്, അതാണ് പങ്ക്തിഹി. അതിൽ 5 പാദങ്ങളുണ്ട്. പിന്നെന്താണ്? പിന്നെ 2 ഛന്ദസ്സുകൾ കൂടിയുണ്ട്, തൃഷ്ടുപ്പും ജഗതി, ഇവയിലും 4ആണ്. അപ്പോൾ 2, 3, 4, 5 എന്നുള്ളതാണ് ക്രമം. പക്ഷേ ഈ 5 എന്നുള്ളത് പങ്ക്തി ഛന്ദസ്സിലാണ് വരണേ. അതായത് അനുഷ്ടുപ്പും ബൃഹതിയും 4 പാദങ്ങളുള്ളതാണ്, തൃഷ്ടുപ്പും ജഗതി 4 പാദങ്ങളുള്ളതാണ്. അതിൻ്റെ ഇടയിൽ വരണം പങ്ക്തി ഛന്ദസ്സിലാണ് 5 പാദങ്ങൾ. ശരി, അപ്പോൾ പാദങ്ങൾ കിട്ടി. എങ്ങനെയാണ് പാദങ്ങൾ? ഗായത്രി 3, ഉഷ്ണിക് 3, അനുഷ്ടുപ്പ് 4, ബൃഹതി 4, പങ്ക്തി 5, തൃഷ്ടുപ്പ് 4, ജഗതി 4 കിട്ടി. ഇനി നമുക്ക് ഓരോ മൊത്തം എത്ര അക്ഷരങ്ങളാണ് ഓരോ ഛന്ദസ്സിലുള്ളത് നോക്കാം. അപ്പോൾ ആദ്യത്തെ ഛന്ദസ്സാണ് ഗായത്രി. ഇവിടെ നോക്കി നോക്കൂ, ഗായത്രി ഛന്ദസ്സിൽ മൊത്തം 24 അക്ഷരങ്ങളാണ്. പിന്നെ ക്രമത്തിൽ 4 അക്ഷരങ്ങൾ കൂടിയിട്ടാണ് വരണത്. അതായത് ഗായത്രിയിൽ 24 അക്ഷരമുണ്ട് മൊത്തം, അപ്പോൾ ഉഷ്ണിക്കിൽ 28 അക്ഷരമുണ്ട്, അനുഷ്ടുപ്പിൽ 32 അക്ഷരമുണ്ട്, ബൃഹതിയിൽ 36 അക്ഷരമുണ്ട്, പങ്ക്തിയിൽ 40 അക്ഷരമുണ്ട്, തൃഷ്ടുപ്പിൽ 44 അക്ഷരങ്ങളുണ്ട്, ജഗതിയിൽ 48 അക്ഷരങ്ങളുണ്ട്. അപ്പോൾ 24 തുടങ്ങി 4 കൂടിയിട്ടാണ് വരണത്. അപ്പോൾ അതും ഓർത്തിരിക്കാൻ നല്ല എളുപ്പമാണ്. അപ്പോൾ ശരി, ഗായത്രി ഛന്ദസ് എടുക്കാം. ഓരോ പാദത്തിൽ എത്ര അക്ഷരങ്ങൾ വീതമുണ്ടെന്ന് നോക്കാം. അപ്പോൾ ഗായത്രി ഛന്ദസ്സിൽ 3 പാദം ഉണ്ടെന്ന് പറഞ്ഞു, മൊത്തം 24 അക്ഷരം ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ എന്താണ്? ഓരോ പാദത്തിൽ 8 അക്ഷരങ്ങൾ വീതമുണ്ട്. 8 8 24. അപ്പോൾ ഓരോ പാദത്തിലും 8 അക്ഷരങ്ങൾ വീതമാണ്, 24 അക്ഷരമാണെങ്കിൽ. ശരി, അപ്പോൾ അടുത്ത ഛന്ദസ് ഏതാണ്? ഉഷ്ണിക്ക്. ഉഷ്ണിക്കിൽ മൊത്തം 24 കഴിഞ്ഞ് 4 കൂട്ടിയാൽ 28 അക്ഷരങ്ങളാണുള്ളത്. അപ്പോൾ ഈ 28 അക്ഷരങ്ങളാണുള്ളത്. അപ്പോൾ 3 പാദങ്ങളാണ് ഉഷ്ണിക്കിലുള്ളത്. അപ്പോൾ ഈ 3 പാദത്തിലായിട്ട് നമുക്ക് ഈ 28 അക്ഷരങ്ങളെ കണക്കാക്കണം അല്ലേ? അപ്പോൾ ആദ്യത്തെ പാദത്തിൽ 8 അക്ഷരങ്ങൾ, രണ്ടാമത്തെ പാദത്തിൽ 8 അക്ഷരങ്ങൾ, അപ്പോൾ 8 8 16ആയി. ബാക്കി എത്ര അക്ഷരമുണ്ട്? ബാക്കി 12 അക്ഷരങ്ങൾ കൂടിയുണ്ട്. അപ്പോൾ മൂന്നാമത്തെ പാദത്തിൽ 12 അക്ഷരങ്ങൾ. അപ്പോൾ ഉഷ്ണിക്കിൻ്റെ കാര്യം ശരിയായി. ഇനി അടുത്ത ഛന്ദസ് എന്താണ്? അനുഷ്ടുപ്പ് ഛന്ദസ്. അപ്പോൾ അനുഷ്ടുപ്പ് ഛന്ദസ്സിൽ എത്രയാണ്? 4 കൂടിയും കൂട്ടിയാൽ 28ൻ്റെ കൂടെ 4 കൂടി കൂട്ടിയാൽ 32 അക്ഷരമാണ്. അനുഷ്ടുപ്പിൽ എത്ര പാദങ്ങളുണ്ട്? 4 പാദങ്ങളുണ്ട്. അപ്പോൾ ഈ 4 പാദങ്ങളിൽ 32 അക്ഷരത്തിനെ നമുക്ക് റെഡിയാക്കണം അല്ലേ? അപ്പോൾ ഓരോ പാദത്തിലും 8 അക്ഷരങ്ങളുണ്ടെങ്കിൽ 8 8 8 പിന്നെ 6 4 4 32 അക്ഷരങ്ങൾ കിട്ടി. അപ്പം ഓരോ പാദത്തിൽ 8 അക്ഷരങ്ങൾ. അപ്പം ഇനി അടുത്ത ഛന്ദസ് ഏതാണ്? അനുഷ്ടുപ്പ് കഴിഞ്ഞാൽ ബൃഹതി. ബൃഹതി ഛന്ദസ്സിലും 4 പാദങ്ങളാണ്. പക്ഷേ മൊത്തം എത്ര അക്ഷരങ്ങളുണ്ട്? 36 അക്ഷരങ്ങളുണ്ട്. അപ്പോൾ ഈ 36 അക്ഷരങ്ങളെ എത്ര പാദങ്ങളുണ്ട്? 4 പാദങ്ങൾ. ഈ 4 പാദത്തിൽ നമുക്ക് ശരിയാക്കി വെക്കണം അല്ലേ? അപ്പോൾ ആദ്യത്തെ 3 പാദങ്ങളിൽ 8 അക്ഷരങ്ങൾ, ബാക്കി 4ാമത്തെ പാദത്തിൽ ബാക്കിയുള്ള 12 അക്ഷരങ്ങൾ. അപ്പോൾ ബൃഹതി ഛന്ദസ്സിൻ്റെ കാര്യവും കിട്ടി. ഇനി അടുത്ത ഛന്ദസ്സാണ് പങ്ക്തി. പങ്ക്തിയിൽ എന്താണ്? 5 പാദങ്ങളാണുള്ളത്. അപ്പോൾ മൊത്തം എത്ര അക്ഷരമുണ്ട്? 36ൻ്റെ കൂടെ 4 കൂട്ടിയാൽ 40 അക്ഷരങ്ങളുണ്ട്. അപ്പോൾ ഈ 40 അക്ഷരത്തിനെ നമ്മൾ 5 പാദങ്ങളിലേക്ക് വയ്ക്കുമ്പോൾ 8 5 40 അല്ലേ? അപ്പോൾ ഓരോ പാദത്തിലും 8 അക്ഷരങ്ങൾ വീതമുണ്ട്. അപ്പോൾ പങ്ക്തി കിട്ടി. ഇനി അടുത്തത് എന്താണ്?
തൃഷ്ടുപ്പ്. തൃഷ്ടുപ്പിൽ 4 പാദങ്ങളാണ്. അപ്പോൾ 40ൻ്റെ കൂടെ 4 കൂട്ടിയാൽ 44 അക്ഷരങ്ങളാണ് മൊത്തമുള്ളത്. അപ്പോൾ ഈ 4 പാദത്തിൽ 44 അക്ഷരങ്ങൾ വരണമെങ്കിൽ എന്താണ്, ഓരോ പാദത്തിലും 11 അക്ഷരങ്ങൾ വീതമുണ്ട്. അത് കിട്ടി. ഇനി അടുത്തത് ജഗതി ഛന്ദസ്സാണ്. ഇതിലും 4 പാദങ്ങളാണ്. അപ്പോൾ 44ൻ്റെ കൂടെ 4 കൂട്ടി 48 അക്ഷരങ്ങൾ ഉണ്ടാവും ഇവിടെ. അപ്പോൾ 4 പാദങ്ങളുള്ള ജഗതിയിൽ ഓരോ പാദത്തിലും 12 അക്ഷരങ്ങൾ വീതം കൊടുത്തു കഴിഞ്ഞാൽ മൊത്തം 48 അക്ഷരങ്ങൾ കിട്ടും. ഇതാണ് പ്രധാനമായിട്ട് നമ്മുടെ ഛന്ദസ്സുകളെ പറ്റി പഠിക്കാനുള്ളത്. അപ്പോൾ ആദ്യം അതിൻ്റെ പേരുകൾ ഓർത്തിരിക്കാനുള്ള ഒരു ടെക്നിക്ക് എന്താണ്, ഗായത്രി ഉത്തമമായ മാർഗത്തിലൂടെ അനുഗ്രഹീതയായിക്കൊണ്ട് ബൃഹത്തും പാവനവുമായ ത്രിവിക്രമൻ തന്നെയായ ജഗത്തിനെ പരിചരിച്ചു എന്ന് ഓർത്തിരുന്നാൽ മതി. നമസ്കാരം.